US പ്രസിഡന്റുമാർ നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു വന്നിരുന്ന 145 വർഷം പഴക്കമുള്ള വൈറ്റ് ഹൗസിലെ മേശ മാറ്റി ഡൊണാൾഡ് ട്രംപ്. ഓവൽ ഓഫീസിലെ റെസല്യൂട്ട് ഡെസ്കാണ് ട്രംപ് താൽക്കാലികമായി മാറ്റി സ്ഥാപിച്ചത്. ടെസ്ല മേധാവിയും വൈറ്റ് ഹൗസ് ഉപദേശകനുമായ ഇലോൺ മസ്കിന്റെ മകൻ ഈ മേശയിൽ മൂക്കു തുറക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപ് മേശ മാറ്റിയത്. ഇലോൺ മസ്കിന്റെ മകൻ XAEA-12 വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസ് സന്ദർശിച്ചിരുന്നു. ഓഫീസ് സന്ദർശിച്ചപ്പോൾ ട്രംപിനൊപ്പം ഇരിക്കുന്ന ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിച്ചിരുന്നു. മസ്കിന്റെ മകൻ മൂക്കിൽ വിരൽ വെക്കുന്നതും തുടക്കുന്നതുമെല്ലാം ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. ഇതിന് പിന്നാലെയാണ് മേശ മാറ്റിയതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ പറയുന്നു. ട്രംപിന് ജെർമോഫോബിയ ആശങ്കയുള്ള വ്യക്തിയാണെന്നും ഇതിനാലാണ് മൂക്ക് തുറച്ച മേശ മാറ്റിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. ജെർമോഫോബിയ എന്നാൽ എല്ലായിടത്തും രോഗാണുക്കൾ നിറഞ്ഞിരിക്കുന്നു എന്ന ഭയമാണ്. ജെർമോഫോബിയ ഉള്ളവർ അണുക്കളെക്കുറിച്ചും ശുചിത്വത്തെക്കുറിച്ചും തീവ്രമായ ഉത്കണ്ഠ ഉള്ളവരായിരിക്കും. ട്രംപ് ജെർമോഫോബിയ ബാധിതനാണെന്നും നേരത്തെയും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ട്രംപ് മാറ്റിസ്ഥാപിച്ച 145 വർഷം പഴക്കമുള്ള റെസല്യൂട്ട് ഡെസ്ക് 1880 വിക്ടോറിയ രാജ്ഞി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ റദർഫോർഡ് ബി ഹെയ്സൻ സമ്മാനിച്ചതാണ്. ഓക്ക് തടികൾ കൊണ്ട് നിർമ്മിച്ച ഈ മേശ 1961 മുതൽ ജോൺ എഫ് കെനഡി, ജിമ്മി കാർട്ടർ, ബിൽ ക്ലിന്റൺ, ബറാക് ഒബാമ, ജോ ബൈഡൻ എന്നിവരുൾപ്പെടെയുള്ള US പ്രസിഡന്റുമാർ വൈറ്റ് ഹൗസിൽ ഉപയോഗിച്ചിട്ടുണ്ട്.